നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിക്കി റാമോസ് അർജൻറ്റീനയ്ക്കായിട്ട് അരങ്ങേറ്റം കുറിച്ചു. അണ്ടർ 17 ടീമിൽ അദ്ദേഹം ഇന്ന് ഇക്വഡോറിനെതിരെ കളിച്ചു. ടീം 2-1 വിജയിക്കുകയും ചെയ്തു. കിക്കി റാമോസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫുട്ബോൾ ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ചയാണ് കിക്കി റാമോസ് എന്ന അർജൻറ്റീൻ പയ്യനെ കുറിച്ച്. 17 വയസ്സേ ഉള്ളൂ. ഹെയ്ത്തിയിലാണ് ജനിച്ചത്. കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ളൊരു താരം അർജൻറ്റീന ടീമിൽ എത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സാധാരണ അങ്ങനെ നമ്മൾ കാണാറില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് അർജൻറ്റീനയുടെ സീനിയർ ടീമിന് വേണ്ടിയിട്ട് 3 കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള താരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അതൊക്കെ തന്നെയാണ് അവരുടെ ഏജ് ഗ്രൂപ്പ് ടീമുകളുടെയും ഒരു അവസ്ഥ. അപ്പോൾ അതിന് ആ ഒരു സാഹചര്യത്തിലാണ് കിക്കി റാമോസിൻ്റെ ഈ ഒരു അരങ്ങേറ്റം വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറുന്നത്. അണ്ടർ 17 ദേശീയ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് കളിക്കാനിറങ്ങി. ഡിയാഗോ പ്ലസൻ്റെ പരിശീലിപ്പിക്കുന്ന ടീം 2 മത്സരങ്ങളുടെ ഒരു ഫ്രണ്ട്ലി സീരീസ് കളിക്കുകയാണ് ഇക്വഡോറിനെതിരെ. അതിൽ ആദ്യ മത്സരമാണ് ഇന്ന് നടന്നത്. അണ്ടർ 17 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷനായിട്ടാണ് അവർ ഈ മത്സരങ്ങളെ കാണുന്നത്. ഇന്ന് 2-1 ടീം വിജയിച്ചത്. ഗോള് സ്കോർ ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ വെല്ലേജയും അതുപോലെ ഫെക്കുൻഡോ സലിനാസുമാണ്. കിക്കി റാമോസ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ അർജൻറ്റീനയ്ക്ക് വേണ്ടി അരങ്ങേറിയിരിക്കുന്നു. ഇന്നത്തെ അർജൻറ്റീനയുടെ സ്റ്റാർട്ടിംഗ് 11 ഇതുപോലെ അവരുടെ യുവതാരങ്ങൾ, ഇപ്പം വെലസിൻ്റെ താരങ്ങൾ, റിവർ പ്ലേറ്റിൻ്റെ താരങ്ങൾ, അർജൻറ്റീന ജൂനിയേഴ്സിൻ്റെ താരങ്ങൾ, റൊസാരിയോ സെൻട്രലിൻ്റെ താരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഭാവി താരങ്ങൾ ഈ ക്ലബ്ബുകളിൽ നിന്നുള്ളവരാണ് കളിച്ചിട്ടുള്ളത്. ഇപ്പം വേൾഡ് കപ്പ് ഖത്തറിലാണ് നടക്കുന്നത്. 48 ടീമുകളുള്ള വേൾഡ് കപ്പ് നവംബർ-ഡിസംബർ മാസങ്ങളിൽ, ഈ വർഷം നവംബർ-ഡിസംബർ മാസങ്ങളിലാണ് ഖത്തറിൽ വെച്ച് നടക്കുന്നത്. അർജൻറ്റീന ആ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സിയിലാണുള്ളത്. ഡെൻമാർക്കും മൊസാംബിക്കും ഓസ്ട്രേലിയയുമാണ് അർജൻറ്റീനയ്ക്കൊപ്പം ആ ഗ്രൂപ്പിലുള്ളത്. എന്തായാലും ഇനി രണ്ടാമത്തൊരു ഫ്രണ്ട്ലി മത്സരം കൂടി ഇമ്മീഡിയറ്റ്ലി കളിക്കുന്നുണ്ട്. അത് വ്യാഴാഴ്ചയാണ്. നല്ലൊരു തുടക്കം ഈ വേൾഡ് കപ്പ് പ്രിപ്പറേഷനിൽ ലഭിച്ചു എന്ന സന്തോഷത്തിലാണ് അവരുടെ കോച്ചുള്ളത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.